തീർച്ചയായിട്ടും അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തങ്ങളുള്ള എവിടെ ചെന്നാലും ഇവൻ്റെ സെക്യൂരിറ്റി മുതൽ ഗേറ്റ് മുതൽ റിസപ്ഷൻ മുതൽ നമ്മളവിടെ ആരുമായിട്ട് ഡീൽ ചെയ്താലും അവർക്ക് അതിൻ്റെ അത്ര ഓണർഷിപ്പ് ഉണ്ടാവും, ഉത്തരവാദിത്വം ഉണ്ടാവും. അപ്പോൾ അതായത് ആ കമ്പനിയെ പറ്റി, അത് ചെയ്യുന്നതിനെ പറ്റി അവർ ഡീൽ ചെയ്യുന്നതാണോ അല്ല എന്നുള്ള ക്വസ്റ്റ്യൻ, ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കൊരു ഓർഗനൈസേഷൻ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് കെയറിങ്. നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഗസ്റ്റാണ്, നമ്മൾ എന്തിനു വേണ്ടി ചെല്ലുന്നതാണെങ്കിലും നമ്മളെ കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഇതിൻ്റെ അത്ര സത്യസന്ധതയുണ്ടോ? ഇവിടുത്തെ എംപ്ലോയീസിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അവിടുത്തെ അവരോട് ബന്ധപ്പെടുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു സത്യസന്ധമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഒരു ലോയൽറ്റി ഉണ്ടോ അവരോടൊരു അഭികാമ്യം, അല്ലെങ്കിൽ അവരോടൊരു കൂറ് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു എംപ്ലോയിക്ക്, ഒരു കസ്റ്റമർക്ക്, ഇവർക്ക് ആ ഓർഗനൈസേഷനിൽ ഒരു കൂറുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറൻസി ഉണ്ടോ? അതായത് നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഹിഡനായിട്ട് എന്തോ ഒളിച്ചു വെച്ച, ഇവരോട് സംസാരിക്കുമ്പോൾ എന്തോ ഒളിച്ചു വെച്ചേക്കണമെന്ന് തോന്നുന്നു. അതെയോ ഒരു ഓപ്പണാണ്, ഒരു ഹോണസ്റ്റാണ്, ഇവരുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ ഒന്നും പേടിക്കാനില്ല എന്നുള്ളൊരു ഫീല് തോന്നുമോ? പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്പീഡ്, ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ സ്ട്രക്ചർ, തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ രീതി, ഇതെല്ലാം ഇത് പെടും. പിന്നെ ഒരു കൾച്ചർ, നല്ലൊരു കൾച്ചർ നമുക്കുണ്ട്. അത് അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. അങ്ങനെ ഒരു കൾച്ചറിലാണ് ഈ ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നതുകൊണ്ട്. ഇതുകൊണ്ടെല്ലാം ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിക്ക്, പബ്ലിക്കിന്, നമ്മുടെ ഈ ഈ ഭൂമിക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എൻവയോൺമെൻറ്റിന്, ഇതിന് എല്ലാവർക്കും ഇതുകൊണ്ട് ഈ ബിസിനസ് ഓടിക്കണമുണ്ട് ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ? അവർ ഏൺ ചെയ്യുന്നത് അവർ ഇവർക്ക് വേണ്ടിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെയാണ് ഈ മൂല്യങ്ങൾ ഉണ്ടോ ഇല്ലയോ ഉള്ള കമ്പനിയാണോ എങ്കിൽ.